നമ്മുടെ പൂർവികരാവുന്ന മാന്മാരൊക്കെ ഭാര്യമാരുമായി എത്ര സ്നേഹത്തിൽ ഇടപെട്ട് അത് വിസ്തരിക്കാൻ നിന്നാൽ അത് മാത്രമേ പോകും എന്റെ ക്ലാസ്. അല്ലെങ്കിൽ ചെറുപ്പത്തിലൊക്കെ നല്ല രോഗ്യം. പുതിയ കാലത്ത് 42-43 വയസ്സാകുമ്പോൾ കേരളത്തിലെ സ്ത്രീകൾക്ക് വാർദ്ധക്യം തുടങ്ങുന്നു എന്നാണ്. 6-7 വയസ്സിൽ മെൻസസും വരുന്നുണ്ട്. വാർദ്ധക്യം തുടങ്ങി മെൻസസ് ഒക്കെ നിന്ന് കുറെ കാലം കഴിഞ്ഞാൽ അങ്ങനെ പഴയ പോലത്തെ ഈ സെക്സൽ ആവേശം കൊണ്ടൊന്നും അവർക്ക് ഉണ്ടാവില്ല. അത് മനസ്സിലാക്കാനും പക്വതയോടുകൂടി ഇടപെടാനും ആണുങ്ങളാകുന്ന നമുക്ക് സാധിക്കണം. ആണിനെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായി 90-100 വയസ്സായാലും അവർക്ക് പ്രജനനശേഷി ഉണ്ടാകും. ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ കുറഞ്ഞാലും അവർക്ക് സെക്സിൽ ഏർപ്പെടാൻ പറ്റും. ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒന്നുകിൽ ശാസ്ത്രീയമായി പഠിക്കണം. വാർദ്ധക്യത്തിലെ ദാമ്പത്യം എന്ന് പറഞ്ഞ ഡോക്ടർ ശാന്തകുമാറിന്റെ പുസ്തകമുണ്ട്, അത് വാങ്ങി വായിക്കണം. സമാനമായ പുസ്തകങ്ങൾ വേറെയും ലഭ്യമാണ്. അതൊക്കെ പഠിച്ചിട്ട് എങ്ങനെയാണ് പിണങ്ങാതെ മരണം വരെ പോകുക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു വിഷയം, പണ്ടൊക്കെ അവർ ഓടിച്ചാടി വർക്ക് ചെയ്യുമായിരുന്നു. നമ്മൾ വരുമ്പോഴേക്ക് തോർത്തുണ്ട് റെഡിയായിരുന്നു. നമ്മൾ എഴുന്നേറ്റ് വരുമ്പോഴേക്ക് ചായയും നമുക്ക് ഇഷ്ടപ്പെട്ട പലഹാരവും റെഡിയായിരുന്നു. നമ്മളോടൊപ്പം അവർക്കും വയസ്സായി എന്നുള്ള ബോധം നമുക്ക് തീരെ ഉണ്ടാവില്ല. നമ്മളോടൊപ്പം അവർക്കും വയസ്സായിരിക്കണം. ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും പണ്ടത്തെ കാലത്തൊക്കെ. ഇപ്പൊ സെയിം വയസ്സിലാണ് കല്യാണം. വളരെ പെട്ടെന്ന് കുടുംബകലഹം തുടങ്ങാനുള്ളൊരു കാരണമാണത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മെൻസസ് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിയുന്നതോടുകൂടി പിന്നെ സെക്സിലൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല, അഭിനിവേശം ഉണ്ടാവില്ല. അവരുടെ ശാരീരികമായ പ്രകൃതി അങ്ങനെ. പുരുഷനെ സംബന്ധിച്ച് എത്രയായാലും അതിന് പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അവർ തമ്മിൽ ഒരു വേരിയേഷൻ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തല്ലുടങ്ങും. വിസ്തരിക്കുന്നില്ല ഞാൻ. അപ്പോ നമുക്ക് വേണ്ടി സർവം സഹിച്ചവളാണെന്ന ബോധത്തിൽ അവരെ ചേർത്ത് പിടിക്കാനും, അല്ലെ? എന്നങ്ങക്കാടിന്റെ സഫലം ഈ യാത്രയിലൊക്കെ ഒരു വരിയില്ലേ, നീ അണിയത്ത് ചേർന്ന് നിൽക്കാന്നും പറഞ്ഞിട്ട് ആതിര വരുന്നേരം കൈകൾ കോർത്ത് എതിരേൽക്കണം നമുക്കിക്കുറി. വൃദ്ധയാകുന്ന ഭാര്യയോട് പറയണം അദ്ദേഹം. വൃദ്ധയായ ഭാര്യയോട് പറയാണ്, ഞാൻ ഈ ജനലേഴ് പിടിച്ചൊന്ന് നിൽക്കട്ടെ, നീ എന്റെ അടിയത്തു ചേർന്ന് നിൽക്കാം. എന്നിട്ട് ഇങ്ങനെ പറയണം, ആതിര വരുന്നേരം ഇരു കൈകൾ ചേർത്ത് ഒരുമിച്ച് എതിരേൽക്കണം നമുക്കിക്കുറി. എന്റെ പ്രശ്നം വരും കൊല്ലമാരെന്നും എന്തെന്നും എന്നാർക്കറിയാം. ഈ ഒരു ബോധം വേണം നമുക്ക്.